Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we have learned the classification of cost. First two bases of classification are last class. Today we are going to discuss the balance portion of classification of cost. The last class we have learned the two important bases of classification of cost. Two important bases of classification of cost. First one traceability and second one variability. Then third important basis is function. On the basis of function, cost may be classified into four main categories. On the basis of function, cost may be classified into four main heading. First one production cost, second one administration cost, then third one selling and distribution cost, and fourth one research and development cost. Okay, discuss in this detail. First point, production cost. What is production cost? Production costs are those costs which are incurred in production department. Production costs are those costs which are incurred in production department. നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തുണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിനെയാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് അതർ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ്. Direct material, direct labor, direct expenses and other manufacturing expenses are included in production cost or manufacturing cost. Okay. Example, materials used in the production department, then labors, that means human beings, then other expenses. Okay. Then second one, administration cost. Simply meaning, administration costs are those costs which are incurred in administrative department. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇൻകേർഡ് ഫോർ ക്യാരിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മളൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ. അപ്പം അവിടെ ഉണ്ടാകുന്ന കോസ്റ്റിനെ ആണ് എന്തെന്ന് പറയുക, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. The selling cost refers to the cost of selling function, the cost of activities relating to create and stimulate demand for a company's product and to secure orders. അപ്പം ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ദെൻ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് വരിക എന്ന് പറഞ്ഞ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം, വിൽക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ്. അപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റാണോ അവിടെ ഉണ്ടാകുന്നത്, അതുപോലെ ഓർഡേഴ്സ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നമ്മൾ ചെയ്യുന്നത്, ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം ഏതിൽ വരുന്നതാണ്? സെല്ലിംഗ് കോസ്റ്റിൽ വരുന്നതാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റ് ഉണ്ടായാലും, എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെയർഹൗസ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സെല്ലിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ സെയിൽസ്മാൻ കമ്മീഷൻ, ഇതെല്ലാം സെല്ലിംഗ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾസാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഈ ഗുഡ്സ് ആർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക, കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുക, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുക. ദ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വിൽ ബി ഇൻകേർഡ് ഓൺ ഗുഡ്സ് മെയ്ഡ് അവൈലബിൾ ടു ദി കസ്റ്റമേഴ്സ്. ഓക്കെ അല്ലേ, കസ്റ്റമേഴ്സിന് ഗുഡ്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ കോമൺലി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്നാണ് അതിനെ പറയുക. ദെൻ ഫോർത്ത് വൺ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. The research cost is the cost of searching for new product, new manufacturing process, etc. And the development cost is the cost of applying the result of a research on commercial basis.
ഫസ്റ്റ് വൺ റിസർച്ച് കോസ്റ്റ്, ദെൻ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. എന്താണ് റിസർച്ച് കോസ്റ്റ്? റിസർച്ച് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഫോർ സെർച്ചിങ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ഓർ ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പം ന്യൂ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉണ്ടാകുന്ന എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുക? റിസർച്ച് കോസ്റ്റ് എന്ന് പറയുക. ദെൻ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് അപ്ലൈയിങ് ദ റിസൾട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ റിസർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ സപ്പോസ് ഒരു ന്യൂ പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിരിക്കാം. അപ്പം അതിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലേ? അതിനെ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുക. അപ്പം റിസർച്ച് വഴി നമ്മൾ കണ്ടെത്തിയ ഒരു ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുക. അതാണ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക്. എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ബേസിസ് ഈസ് കൺട്രോളബിലിറ്റി. On the basis of controllability, costs may be classified into controllable cost and uncontrollable cost. So, on the basis of controllability, costs may be classified into two. What are they? Controllable cost and uncontrollable cost. First one, controllable cost. Controllable costs are those costs which can be controlled by executive action of a specified member of an undertaking. അപ്പം നമുക്കൊരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. അപ്പം ദാറ്റ് കോസ്റ്റ് മേ ബി controlled by the executive action of a specified member of an undertaking. Okay. Generally speaking, all direct costs including direct material, direct labor and some of the overheads are controllable by the lower level management. Okay. അപ്പം എന്താണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതുപോലെ സം ഓഫ് ദി ഓവർ ഹെഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ്. ഓക്കെ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുക? കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. ദെൻ സെക്കൻഡ് വൺ, അൺകൺട്രോളബിൾ കോസ്റ്റ്. These are the costs which cannot be controlled by the executive action of a specified member of undertaking. ആ ഒരു അണ്ടർടേക്കിങ്ങിലെ ഒരു മെമ്പർ വിചാരിച്ചാൽ അവിടുത്തെ ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കോസ്റ്റ് ആണ് എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് അൺകൺട്രോളബിൾ കോസ്റ്റ്? അൺകൺട്രോളബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് which cannot be controlled by the executive action of a specified member of undertakings. Okay. Today's last basis of cost, classification of cost is normality. On the basis of normality, cost may be classified into two: normal cost and abnormal cost. Normal cost and abnormal cost. What do you mean by normal cost? What do you mean by abnormal cost? Okay. First one, normal cost. Normal cost is an expected and unavoidable cost which is due to the nature of goods used. Okay. It is an expected and unavoidable cost. It is an expected and unavoidable cost which is due to the nature of goods used. Such loss may be arise due to normal course of action. നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ ഉണ്ടാകുന്ന എന്താണ് കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വാട്ട് ഈസ് അബ്നോർമൽ കോസ്റ്റ്? Abnormal cost may be defined as an avoidable, unexpected and accidental cost which is due to the careless handling of the goods. Which is due to the careless handling of the element of cost or careless handling of the men, machine, material, etc. Okay, that cost is said to be abnormal cost. Dear students, carefully watch the video and write the notes on classification of cost, the balance portion of notes. Then previous university questions. First one, explain the functional wise classification of cost, 4 marks. Then what is controllable cost, 2 marks question. What is normal cost, 1 mark question. What is abnormal cost, 2 mark question.